find the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about Hello, I'm Hannah Mary Vargas from It's Me Hannah and welcome back to my new video. ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഡൽഹി മണാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞ് കാണാനാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി നന്നായിട്ട് മഞ്ഞൊക്കെ കണ്ടിരുന്നു. പിന്നെ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇടാനുള്ള ജാക്കറ്റും ഷൂവും ഒക്കെ റെൻറ്റിനെടുത്തായിരുന്നു. പിന്നെ ഇവിടെ സ്കീയിങ്ങും സ്നോ ട്യൂബിങ്ങും സ്നോ ബൈക്കും അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾ പോകുന്നത് അടൽ ടണൽ വഴിയാണ്. ഈ ടണൽ 9.02 കിലോമീറ്റർ നീളത്തിലുള്ള ലോകത്തിലെ 10,000 ഫീറ്റ് അബോവ് സീ ലെവലുള്ള ഏറ്റവും വലിയ സിംഗിൾ ട്യൂബ് ടണലാണ്. ഈ ടണൽ തുറക്കുന്നതിന് മുമ്പ് മണാലി കേലോങ് ദൂരം 116 കിലോമീറ്റർ ആയിരുന്നത് ഇപ്പോൾ 24.4 കിലോമീറ്റർ ആയി മാറി. ടണൽ കഴിഞ്ഞ് ചെല്ലുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള പ്യോർ വൈറ്റ് കളർ സ്നോയാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. സൈഡിലൂടെ കുറേ ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇവിടെ സൈഡിലൂടെ കെട്ടിയിരിക്കുന്നതെല്ലാം പ്രെയർ ഫ്ലാഗ്സ് ആണ്. ഈ കാണുന്നത് ടിബറ്റൻ പ്രെയർ ഫ്ലാഗിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിൽ ഓം സ്പേസ് എന്നും മാ എയർ എന്നും നീ ഫയർ എന്നും പത്മേ വാട്ടർ എന്നും ഹം എന്ന് വെച്ചാൽ എർത്ത് എന്നുമാണ് അർത്ഥം. ഇവിടെ വന്നാൽ പിന്നെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കാതെ മഞ്ഞിലേക്ക് നമുക്ക് നോക്കാനേ പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ബ്രൈറ്റ്നെസ് ആണ് ഇവിടുത്തെ മഞ്ഞിന്. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ തൊട്ട് താഴെയുള്ള ആപ്പിൾ തോട്ടത്തിൽ ഒരു ചേട്ടൻ ആപ്പിൾ മരത്തിൻ്റെ വെട്ടിക്കളഞ്ഞ കമ്പുകളെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ചേട്ടൻ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതിലേക്ക് കൂടുതൽ വിറക് കൊണ്ടിട്ട് അതിനെ നന്നായിട്ട് കത്തിച്ച് ക്യാമ്പ് ഫയർ ആക്കി. നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ ഒരു തീയുടെ അടുത്ത് നിൽക്കാൻ നല്ല സുഖമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഞങ്ങളവിടെ ഡാൻസും പാട്ടുമായിട്ട് നടക്കുമായിരുന്നു. അന്നേരം മണാലിയിലെ ടെമ്പറേച്ചർ -2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പിന്നെ ഹോട്ടലിലുള്ളവർ ഒരു ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് തന്നു. ഈ പാക്കേജിലുണ്ടായിരുന്ന വേറൊരു ഫാമിലി ഞങ്ങളുടെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ബാക്കിയുള്ള ഫാമിലീസ് എല്ലാം വേറെ റിസോർട്ടിലായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ HP ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഇപ്പം ഞങ്ങൾ പാർക്കിലേക്ക് കയറി.
चलो मिस Everyone, sir, okay, this. Hello, sir, relax. Leave your hand freedom. You turn over my side. Memory lane isn't that too far away from our hearts, yeah. The ones we keep close, we should never ഇപ്പം let ഞങ്ങൾ go. മണാലിയിൽ നിന്ന് പോന്ന് ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. Take a moment to unwind, fix yourself and realign yourself with the world, baby. ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കുത്തബ് മീനാറിലാണ്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മിനാറാണ് കുത്തബ് മിനാർ. 72.5 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് ലോട്ടസ് ടെമ്പിൾ കാണാനായിരുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ലോട്ടസ് ടെമ്പിളിൻ്റെ മറ്റൊരു പേര് ബഹായ് ഹൗസ് ഓഫ് വർഷിപ്പ് എന്നാണ്. ലോട്ടസ് ടെമ്പിളിൻ്റെ 9 സൈഡ്സിലും ഇതുപോലുള്ള വാട്ടർ ഫിൽഡ് പൂൾസ് ആണ്. അങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറി. ഉള്ളിൽ വീഡിയോഗ്രാഫി അലോട്ടഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഈ കാണുന്നതാണ് ഓൾഡ് ഡൽഹി. പിന്നെ ഞങ്ങൾ വന്നത് റെഡ് ഫോർട്ട് കാണാനാണ്. റെഡ് ഫോർട്ടിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഇലക്ട്രിക് റിക്ഷയിലാണ് പോയത്. ഞങ്ങളിപ്പോൾ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. കയറിയപ്പോൾ തന്നെ സൈഡിലൂടെ നിറയെ കടകൾ നമുക്ക് കാണാമായിരുന്നു. 80s മുതൽ റെഡ് ഫോർട്ടിൻ്റെ ഫ്ലോർ ലെവൽ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ അത്യാവശ്യം കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഈ കാണുന്ന സ്റ്റാച്ചു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണ്. പിന്നീട് ഞങ്ങൾ പോയത് നോയിഡ ടു ആഗ്ര ഉള്ള യമുന എക്സ്പ്രസ് വേയിലൂടെയാണ്. ഇപ്പം ഞങ്ങൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിരിക്കുകയാണ്. Now you are coming from downside by the slope. You have seen many lining on the floor. That was not a design, madam. So king used to come inside by horses, so they could not sleep here. That was the grip of the horses. But whenever enemies try to enter from downside by the horses, so horse like some sound create like a tuck tuck echo sound. So security guard is standing on the top, they alert, and they used to throw big heavy stone roller downside.
So both sides in the walls channels, drainage. From one side they throw boiling oil, another side they throw boiling water. So enemies could not come easily enter inside. So the entire area of this fort, 94 acres. It's a Jahangir's bathtub. But that time this bathtub was not outside the place, inside somewhere. It's still outside for the public. What's the beauty of this bathtub? It's made of single piece of stone. You can see the steps. 3 steps inside and 3 was out. What one is broken when they brought out this? It's made of single piece of stone, including the steps. Now you can see in the corner it's a damaged area, like a broken part. So it's a Jahangir Palace now we are going to see. Come inside. From the underground drainage system during of that time is still working. It was a filter system of that time. ഈ റൂമിൻ്റെ പ്രത്യേകത വേർട്ടിക്കലി ഓപ്പോസിറ്റ് കോർണേഴ്സിൽ നിന്ന് 2 പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കോർണറിൻ്റെ ചുമരിനോട് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. ഹലോ, ആ കേട്ടു കേട്ടു. Hello guys, listen to me. So downside of the Agra fort you can see there is 2 moats. So British people attacked here by the cannonball. They throw the cannonball near of the railway bridge. So cannonball hit that stone, it's broken, and after that cannonball bounce over there. Can you see the hole? Up in the corner. What's the reason behind of this? Because when we saw there, first of all, we saw the down space, the land area, perspective. Right now we can't see the space, our focus only Taj Mahal. That's why it looks bigger and closer. Come on. So this tour is finished here. I hope you enjoyed the tour. Are you happy? Yeah. It's finished here. The same gate to outside. അങ്ങനെ ആഗ്ര ഫോർട്ടും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് താജ്മഹലാണ്. താജ്മഹലിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഒരു ഷൂ കവർ തരും. അതിനെ നമ്മുടെ ഷൂസിൻ്റെ പുറത്തിട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. പിന്നെ ഹാനോക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് നടന്നാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയതും തിരിച്ചു വന്നതും ബഗ്ഗി കാഴ്സിലാണ്.
ഞങ്ങളിപ്പോൾ ഒരു ധാബയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. അങ്ങനെ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഫുൾ എക്സ്പ്ലോറിങ് കഴിഞ്ഞു. ഡൽഹിയിലുള്ള തന്നെയല്ല, ഡൽഹി മണാലി ട്രിപ്പ് ഫുള്ളായിട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ടാക്സിയിലൂടെയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സോ ഡൽഹി മണാലി ട്രിപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ വീഡിയോ. ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.